നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാചകവാതക വില വർധന. ഹോട്ടലുകളും ബേക്കറികളും ഇന്ന് പണിമുടക്കിൽ. ഓൺലൈൻ ഭക്ഷണ വിതരണവും മുടങ്ങും. വാണിജ്യ LPG സിലിണ്ടറിന് കുത്തനെ വില കൂട്ടിയതിൽ പ്രതിഷേധവുമായി സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ഇന്ന് അടച്ചിടും. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാര വ്യവസായ സമിതി, വ്യാപാര വ്യവസായ ഏകോപന സമിതി, ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകളും സമരത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനമുണ്ട്. 993 വില കൂട്ടിയതിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഹോട്ടൽ വ്യവസായ തകരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുക്കാൻ സാധ്യത. അന്തിമ തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവ് തന്നെ ഭരിക്കണമെന്നും 10 വർഷം ഭരണ പരിജ്ഞാനമുള്ള പിണറായി വിജയന് ജനവിധി മാനിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ നയിച്ചുകൂടാ എന്നുമുള്ള ചോദ്യങ്ങളാണ് മുതിർന്ന നേതാക്കളടക്കം ചോദ്യം ഉയർത്തുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും വലിയ അഴിച്ചുപണി ഉണ്ടായാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPIM CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നണിക്കുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കും. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും യോഗത്തിൽ പങ്കെടുക്കും. പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിനെ നേതൃത്വം എങ്ങനെ സമീപിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഫോർട്ട് കൊച്ചി റോറോ ചിട്ടി പാർക്കിൽ വിളക്കുകൾ കത്തുന്നില്ല. ചിട്ടിയിലെയും സമീപത്തെ ചൂണ്ട പാർക്കിലെയും വിളക്കുകൾ തെളിയുന്നില്ല. വിളക്കുകൾ കത്താതായിട്ട് കുറച്ചു ദിവസമായെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നഗരത്തിലെ തെരുവിളക്കുകൾ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് KECBയും CSLMഉം തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. വിളക്ക് തെളിയാത്ത സന്ദർഭങ്ങളിൽ സാധാരണ നിലയിൽ ജനം പരാതിപ്പെടുന്നത് KECBയോടാണ്. എന്നാൽ തെരുവിളക്കുകളുടെ ചുമതല CSLMന് കൈമാറിയെന്നാണ് KECB പറയുന്നത്. അതേസമയം CSLM അധികൃതർ പറയുന്നത് ഈ ചുമതല കൊച്ചി നഗരസഭയ്ക്ക് കൈമാറിയെന്നാണ്. ഈ തർക്കം തുടരുകയാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തി ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. യൂറോപ്യൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് ആഴ്സണൽ ഒരു ചുവട് കൂടി അടുത്തു. ചാമ്പ്യൻസ് ലീഗ് സെമിയുടെ രണ്ടാം പാദത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് ആഴ്സണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തി. ആദ്യ പകുതിയിൽ ബുക്കായോ സാക്കയാണ് ആഴ്സണലിന്റെ വിജയ ഗോൾ നേടിയത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മൈക്കൽ ആർടെറ്റയുടെ സംഘം വിജയിച്ചത്. ആദ്യ പാദ സെമിയിൽ മാഡ്രിഡിൽ ഇരു ടീമും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഇരു പാദങ്ങളിലുമായി 2-1 എന്ന സ്കോറിലാണ് ആഴ്സണലിന്റെ മുന്നേറ്റം. 2006 ശേഷം ആദ്യമായാണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിന്റെ കിരീട പോരാട്ടത്തിന് യോഗ്യത നേടുന്നത്. സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഭീഷണിയായി. വൈപ്പിൻ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പതിവാകുന്നു. ഇതാകട്ടെ യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മത്സരിച്ച് ഓടിയെത്തിയ 2 ബസ്സുകൾ പഴങ്ങാട് ബസ് സ്റ്റോപ്പിന് സമീപം ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്തത് പരിഭ്രാന്തി പരത്തി. എതിരെ വന്ന വാഹനങ്ങൾക്ക് വരെ നിയന്ത്രണം വിട്ടു പോവുകയും കാൽനട യാത്രക്കാർ ഭയപ്പെട്ട് ഓടുകയും ചെയ്തു. റോഡിന്റെ നടുക്ക് ബസ് നിർത്തിയിട്ടത് മൂലം ഗതാഗത കുരുക്കും ഉണ്ടായി. പലവിധ പരാതികൾ ഉയർന്നിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും നടപടിയെടുക്കാത്തതാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.